അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, ലോകത്തിൻ്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ മാസമാണ് റബീഉൽ അവ്വൽ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മഹത്തായ ദൗത്യം പൂർത്തീകരിച്ച് 23 വർഷത്തെ അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വിരാമം കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ തിരിച്ചു വിളിച്ച ഒരു ദിവസം അത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഒരു തിങ്കളാഴ്ച, ഒരു ളുഹാ സമയത്താണ്. റബീഉൽ അവ്വൽ 12 ഒരു ളുഹാ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുന്നത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് പറയുന്നുണ്ട്, പ്രവാചകൻ മദീനയിലേക്ക് വന്ന ദിവസം മദീന പ്രശോഭിതമായിട്ടുണ്ട്, പ്രകാശപൂരിതമായിട്ടുണ്ട്. പക്ഷേ ആ പ്രവാചകൻ്റെ മരണം നടന്ന ദിവസം മദീന ഇരുണ്ടുപോയി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഫാത്ത് നടന്ന ദിവസം റബീഉൽ അവ്വൽ മാസത്തിലാണ്. ആ വഫാത്ത് നടന്ന ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി പോലും സന്തോഷിച്ചിട്ടില്ല. എല്ലാവരും കരയുകയാണ്. പ്രവാചകൻ്റെ ഭാര്യമാർ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളെടുത്ത് പ്രവാചകൻ മരിച്ചു എന്ന് പറയുന്നവൻ്റെ തല ഞാൻ കൊയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ആ ദുഃഖം താങ്ങാൻ കഴിയാതെ ദുഃഖഭാരത്താൽ നടക്കുകയാണ് അദ്ദേഹം. സ്വഹാബത്ത് മുഴുവനും ദുഃഖിതരാണെന്ന്. കാരണം അവരുടെ എല്ലാമായിരുന്ന അവരുടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസമായിരുന്നു അത്. അന്ന് മദീന ശരിക്കും തേങ്ങിക്കരഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ചെയ്യുന്നത് ഈ ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തമാണ്, ഈ ഉമ്മത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അപകടമാണ് എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും വലിയ ദുരന്തം അഥവാ റസൂലുള്ളാഹിൻ്റെ വഫാത്ത്. ആ വഫാത്ത് അന്ത്യനാളിൻ്റെ ഒന്നാമത്തെ അടയാളമാണ്. അത് സംഭവിച്ചത് ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് റബീഉൽ അവ്വൽ, പ്രവാചകൻ മരിച്ച ആ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രവാചകൻ്റെ ജന്മദിനവും പ്രവാചകൻ്റെ മരണദിവസവും ഒരുമിച്ച് വന്നപ്പോൾ ഇനി നമുക്ക് പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കാം, പ്രവാചകൻ്റെ മരണം മറന്ന് റസൂലുള്ളാഹിൻ്റെ ജന്മദിനം കൊണ്ടാടാമെന്ന് പറഞ്ഞ് ഒരു സഹാബിയും അങ്ങാടിയിലേക്ക് ഇറങ്ങുകയോ തോരണങ്ങൾ കെട്ടുകയോ പായസം വിതരണം ചെയ്യുകയോ ചോറ് വിളമ്പുകയോ റാലി നടത്തുകയോ ചെയ്തതായിക്കൊണ്ട് എവിടെയും കാണുക സാധ്യമല്ല. ആ റബീഉൽ അവ്വൽ അവിടെ ഹൃദയം പൊട്ടിയ ഒരു റബീഉൽ അവ്വലായിരുന്നു. മദീന കരഞ്ഞുപോയ ദിവസമായിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെന്ന പേരിൽ, പ്രവാചകനോട് സ്നേഹം കാണിക്കുന്നു എന്ന പേരിൽ പലപ്പോഴും തങ്ങളുടെ നേതാവ് മരിച്ച മാസം ദിവസം അവർ ആഘോഷിക്കുന്നു. ലോകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ജന്മദിനം, അതല്ലെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മരണദിവസം സന്തോഷിക്കുന്ന ആഘോഷിക്കുന്ന ഒരു ഉമ്മത്തുണ്ടെങ്കിൽ അതൊരു പക്ഷേ മുസ്ലിമീങ്ങൾ മാത്രമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ഗുരുതരമായ പിശാചി എത്രമാത്രം ഈ ഉമ്മത്തിനെ വഴിതെറ്റിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് നടന്നത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അതേസമയം പ്രവാചകൻ്റെ ജന്മം നടന്നത് അത് റബീഉൽ അവ്വൽ മാസത്തിലാണോ റമദാനിലാണോ അതിൽ ഇതര മാസങ്ങളിലാണോ തർക്കമുണ്ട്. വർഷത്തിൽ പോലും തർക്കമുണ്ട്. അതേസമയത്ത് റബീഉൽ അവ്വൽ മാസത്തിലാണെന്നാണ് ഏറ്റവും, പ്രവാചകൻ്റെ മരണം നടന്നത് റബീഉൽ അവ്വലാണെന്നാണ് ഏറ്റവും ശക്തമായ അഭിപ്രായം. എന്നിട്ട് പോലും ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ പ്രവാചകനോടുള്ള സ്നേഹമെന്ന പേരിൽ പ്രവാചകൻ മരണപ്പെട്ട ആ മാസത്തിൽ പ്രവാചകൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് തെരുവിലിറങ്ങി പ്രകടനം നടത്തുക എന്നത് ഒരിക്കലും പ്രവാചക സ്നേഹമല്ല, അത് പ്രവാചക നിന്ദയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമുള്ളവൻ, പ്രവാചകൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന റസൂലുള്ളാഹിൻ്റെ ഇത്തിബാ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും റബീഉൽ അവ്വൽ മാസത്തിലോ അതല്ലാത്ത ദിവസങ്ങളോ പ്രവാചകൻ്റെ പേരിൽ ജന്മദിനങ്ങളോ അതല്ലെങ്കിൽ ചരമദിനങ്ങളോ പ്രവാചകന് പരിചയമില്ലാത്തൊരാഘോഷം അവർ കൊണ്ടു നടക്കുകയില്ല. അത് നടക്കൽ ബിദ്അത്താണ്. അത് നമ്മൾ വർജിക്കുക. എത്ര ആളുകൾ അതിനെ പുകഴ്ത്തിയാലും, എത്ര ആളുകൾ അതിന് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പൊലിപ്പിച്ചാലും ശരി,
ബിദ്അത്ത് തന്നെയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.